നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രിയെ ഭൂലോക നുണയൻ എന്നിപ്പോൾ അതിന് മറുപടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. മുഖ്യമന്ത്രി ഇട്ട പോസ്റ്റിന് താഴെ മുൻ മന്ത്രി ആന്റണി രാജു, ഈ ശിവൻകുട്ടി അടക്കമുള്ളവർ ഒരു സപ്പോർട്ടുമായി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കോൺഗ്രസ് മറുപടി പറയുമോ? പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? AICC പ്രസിഡന്റ് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് എന്തിനാ? ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രക്ഷോഭം ആളിപ്പടർന്ന 2019 ഡിസംബറിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? ബില്ല് അവതരിപ്പിച്ചപ്പോഴും തൊട്ട് പിന്നാലെയും അദ്ദേഹം പാർലമെന്റിൽ ഹാജരായി നിലപാട് പറയുന്നത് എന്തുകൊണ്ടാണ്? പൗരത്വ ഭേദഗതി വിഷയത്തിൽ BJP സർക്കാരിനെതിരെ വിശാലമായ ഐക്യം രൂപപ്പെടുത്താൻ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് എന്തുകൊണ്ട് മുൻകൈയെടുത്തില്ല? കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ യോജിച്ച സമരങ്ങളിൽ നിന്നും കോൺഗ്രസ് ഏകപക്ഷീയമായി പിന്മാറിയത് സമരത്തിന്റെ കരുത്ത് കുറയ്ക്കാനായിരുന്നില്ലേ? യോജിച്ച സമരങ്ങളിൽ പങ്കെടുത്ത കേരളത്തിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അച്ചടക്ക വാൾ ഓങ്ങിയത് ആരെ പ്രീതിപ്പെടുത്താനായിരുന്നു? ഡൽഹി കലാപ സമയത്ത് ഇരകൾക്കൊപ്പം നിന്നത് ഇടതുപക്ഷമായിരുന്നില്ലേ? സംഘപരിവാർ ക്രിമിനലുകൾ ന്യൂനപക്ഷ വേട്ട നടത്തിയ ആ ഘട്ടത്തിൽ കോൺഗ്രസ് മൗനത്തിലായിരുന്നില്ലേ? NIA ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കിയത് കോൺഗ്രസും BJPയും ഒരുമിച്ചായിരുന്നില്ലേ? ന്യൂനപക്ഷ സമൂഹങ്ങളെ ലക്ഷ്യമിടുന്ന ഈ നിയമ ഭേദഗതിക്കെതിരെ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും വോട്ട് ചെയ്തത് CPIM MPയും മാത്രമാണ് എന്നത് നിഷേധിക്കാൻ ആകുമോ എന്നായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ്. പലതരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. പിന്തുണച്ചുമല്ലാതെയുമുള്ള കമന്റുകൾ ധാരാളം വരുന്നുണ്ട് ഈ പോസ്റ്റിന് താഴെ. നിലവിൽ അതിനകത്ത് പ്രധാനമായും വരുന്നത് കോൺഗ്രസിന് ഉത്തരം പറയാൻ കഴിയുമോ എന്നുള്ളതുണ്ട്. മറ്റൊന്ന്, ഇതിന് ഉത്തരം പറയാൻ കോൺഗ്രസ് ഉണ്ടാവില്ല, കാരണം കോൺഗ്രസ് എല്ലാവരും BJPയിലേക്ക് മാറുകയല്ലേ, അല്ലെങ്കിൽ ഇതിന് ഉത്തരം കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. CAA കുറിച്ച് ആദ്യം പോയി പഠിക്കുക, പിന്നെ പോസ്റ്റ് ഇടാമെന്ന് പറയുന്നവരും നിരവധിയാണ്. എന്തായാലും ഈ പോസ്റ്റിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: എന്തൊരു നുണയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. വെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന കള്ളമാണ് അയാൾ സ്ഥിരമായി പറയുന്നത്. ആ ശ്രേണിയിലെ ഒടുവിലത്തേതാണ് CAA ബില്ലിനെതിരെ എതിർത്ത കേരളത്തിലെ ഏക MP ആരിഫാണ് എന്നത്. ആ ബില്ലിന്റെ വോട്ടിങ്ങിനെ സംബന്ധിച്ച് ലഭിക്കുന്ന ഔദ്യോഗിക രേഖകളിൽ എതിർത്ത് വോട്ട് ചെയ്തവരുടെ പട്ടികയിൽ കേരളത്തിലെ UDF MPമാർ എല്ലാവരുടെയും പേരുണ്ട്. ബില്ലിനെ എതിർത്ത് പ്രസംഗിച്ച ഉജ്ജ്വല പ്രസംഗങ്ങളിൽ ശശി തരൂരിന്റെയും NK പ്രേമചന്ദ്രന്റെയും ET മുഹമ്മദ് ബഷീറിന്റെയും ഒക്കെ ലോകസഭാ പ്രസംഗങ്ങൾ ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും അമിത്ഷായെ കണ്ടപ്പോൾ പേടിച്ചു വിറച്ചു എന്ന് സ്വയം പ്രഖ്യാപിച്ച ആരിഫാണ് CAA നിയമത്തെ എതിർത്തു എന്ന കള്ളം പറയുന്ന ഈ നുണയനായ മുഖ്യമന്ത്രി എന്ത് സന്ദേശമാണ് ഈ നാടിന് നൽകുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ചോദ്യം. എന്തായാലും അതിനും വലിയ രീതിയിലുള്ള സപ്പോർട്ടൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഫേസ്ബുക്കുകളുടെ അല്ലെങ്കിൽ പോസ്റ്റുകൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു യുദ്ധം അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു.